എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നിവിടെ കഴിഞ്ഞ 26-ാം തീയതി നടന്ന CPU എക്സാമിൻ്റെ എത്ര മാർക്ക് വരെ കട്ട് ഓഫ് പോവാമെന്നുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 CPU എക്സാം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു പരിചയത്തോടെ ഞാൻ നടത്തുന്ന ഒരു അവലോകനമാണിത്. ഇതിൽ തെറ്റുകൾ വരാം, പക്ഷേ നമ്മളിന്നിവിടെ നോക്കുന്നത് കഴിഞ്ഞ തവണ ഏകദേശം എത്ര പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, അത്രയും ആൾക്കാരെ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയാൽ ഏകദേശം കട്ട് ഓഫ് എത്ര മാത്രം വരും എന്നുള്ള ഒരു അവലോകനമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിലവിലിപ്പോൾ ഓരോ ലിസ്റ്റിലും എത്ര ആൾക്കാർ ഉൾപ്പെടുത്തിയോ അവർക്കുള്ള കട്ട് ഓഫ്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അത്ര ആൾക്കാർ ഉൾപ്പെടുത്തിയാൽ ഇത്തവണ ഏകദേശം ആ ഒരു കട്ട് ഓഫിൻ്റെ ഒരു 4-5 മാർക്ക് കൂടാനാണ് സാധ്യത. അതായത് നമുക്കിവിടെ കാണാം, തിരുവനന്തപുരം SAP കഴിഞ്ഞ പ്രാവശ്യം 51 മാർക്കായിരുന്നു ഉണ്ടായത്. ഇപ്രാവശ്യം വേണമെങ്കിൽ ഒരു 55 മാർക്കിനും 57-58 മാർക്കിനും ഇടയിൽ കട്ട് ഓഫ് വരാം. തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 52 വന്നിരുന്നത്. ഇപ്രാവശ്യം വേണമെങ്കിൽ ഒരു 56-നും ഒരു 58-നും ഇടയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയും ഏകദേശം 4 മാർക്കോളം കൂടാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 49, 50, 54 അതിനിടയിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. കാസർഗോഡ് നോക്കുകയാണെങ്കിലും കാസർഗോഡ് ഇപ്രാവശ്യം ഏകദേശം ഒരു 55 മാർക്കോളം കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. ഇടുക്കി നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് വരുന്ന ബറ്റാലിയനാണ് ഇടുക്കി. അപ്പോൾ ഇടുക്കി ഇപ്രാവശ്യം ഏകദേശം ഒരു 48 മാർക്കോളം കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം അത്യാവശ്യം അഡ്വൈസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്രയും ഉയരാൻ സാധ്യതയുണ്ട്. എല്ലാ ആൾക്കാരും അവിടെ പോയി അപേക്ഷിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ എന്തായാലും ഒരു 55 മാർക്കിന് മുകളിൽ എന്തായാലും വരും, അത് ഉറപ്പാണ്. കാരണം അത്രയും കോമ്പറ്റീഷൻ, ഒരു 55-നും 59-നും ഇടയിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. എറണാകുളം ജില്ലയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബറ്റാലിയൻ KP1. കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറഞ്ഞ മാർക്കിന് വളരെ കുറച്ച് ആൾക്കാർ എടുത്തിട്ട് പോലും കുറഞ്ഞ കട്ട് ഓഫ് വന്നൊരു ബറ്റാലിയൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേര് അവിടെ ഇപ്രാവശ്യം അപേക്ഷിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 51 മാർക്ക് പ്ലസ് വരും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ 4 മാർക്ക് അധികം വരുന്നതെന്ന് പറയുന്നതിന് കാരണം കഴിഞ്ഞ 2-3 എക്സാം CPU എഴുതിയത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഏകദേശം ഒരുപാട് മാർക്ക് ഇപ്രാവശ്യം എല്ലാവർക്കും കൂടാൻ സാധ്യത അധികമാണ്. കാരണം ക്വസ്റ്റ്യൻസൊക്കെ വളരെ എളുപ്പമായിരുന്നു. വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചോദ്യം കണ്ട മനസ്സിലാവും. ആകെ എക്കണോമിക്സ് മാത്രം, ആകെ 3 മാർക്കിന് എക്കണോമിക്സ് ചോദിച്ചുള്ളൂ. അത് മാത്രമാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത്. പിന്നെ ഇംഗ്ലീഷ് ഒരു ആവറേജ് ആയിരുന്നു, മലയാളം എളുപ്പമായിരുന്നു, സ്പെഷ്യൽ ടോപ്പിക് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ഓഫ് വരാനാണ് സാധ്യത. അപ്പോൾ ഫൈനൽ ആൻസർ കീഴിൽ കൂടുതൽ ഡിലീഷനൊക്കെ നടന്നാൽ ചിലപ്പോൾ ഇനിയും കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം. വീണ്ടും കാണാം.